പി.വി. മേനോൻ സാർ അന്തരിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുൻ കേരള പ്രാന്ത സംഘചാലകായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഉച്ചയോടെയായിരുന്നു ആ വിയോഗം. പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായിരുന്നു. മാധവജിയുടെ സമ്പർക്കത്തിലൂടെ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെത്തി. ആലുവ ജില്ലാ സംഘചാലകായും സഹപ്രാന്ത സംഘചാലകുമായി സേവനമനുഷ്ഠിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ഒപ്പം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കേൾക്കാമെങ്കിൽ പറയൂ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ശ്യാം, ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു പി.വി. മേനോൻ സാറിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം ഏതാനും ദിവസങ്ങളായി ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1:30ഓടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ സംസ്കാരം സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, നാളെയാണ് അന്ത്യകർമ്മങ്ങളും സംസ്കാരവും നാളെ ഉച്ചയ്ക്ക് നടക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് മൃതദേഹം. ഒരു ഏറെ നാളെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് പ്രായാധികത്തിൻ്റെ അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഏറെ നാൾ ജന്മദിനമെല്ലാം വലിയ തോതിൽ വലിയ സംഘപ്രവർത്തകരെല്ലാം തന്നെ ചേർന്ന് ആഘോഷമായി തന്നെ നടത്തിയിരുന്നു. അന്നെല്ലാം വളരെ ഊർജ്ജസ്വലനായിരുന്നു പി.വി. മേനോൻ. എല്ലാ കാലത്തും സംഘപ്രവർത്തകർക്ക്, ഏറ്റവും ചെറുപ്രായത്തിലുള്ള സംഘപ്രവർത്തകന് മുതൽ എല്ലാവർക്കും ഒരു ആവേശം പകർന്ന് മുന്നോട്ട് പോകാൻ പി.വി. മേനോൻ സാർ, പി.വി. മേനോൻ എന്ന എല്ലാവരും മേനോൻ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും ആവേശകരമായി തന്നെ, കാരണം സാധാരണ പ്രവർത്തകർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സമാജ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം, അത് ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യപ്പെടുത്താനും അതിന് ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത് അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനും എല്ലാം കഴിഞ്ഞു എന്നത് തന്നെയാണ് മേനോൻ സാറിനെ വ്യത്യസ്തനാക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്തെ പ്രഗത്ഭനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ പല ചോദ്യങ്ങൾ മറ്റു ആളുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഈ ഒരു രംഗത്ത് തുടർന്നാൽ പോലെ എന്തിന് പൊതുപ്രവർത്തന രംഗത്തേക്കും സംഘ ആദർശങ്ങളിലേക്കും കടക്കുന്നു എന്ന് ചോദിച്ചപ്പോഴെല്ലാം അവരുടെ എല്ലാം വായടപ്പിക്കുന്ന മറുപടികളുമായി അദ്ദേഹം പിന്നെയും മുന്നോട്ട് പോയി. സമാജ സേവനമാണ് തൻ്റെ ലക്ഷ്യം. സമാജത്തിന് തന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുക, ഒപ്പം തന്നെ സംഘ വഴികളിൽ മുന്നോട്ട് പോവുക എന്നതാണ് താൻ തീരുമാനിച്ചിരിക്കുന്ന വഴി എന്ന് അദ്ദേഹം എല്ലാ കാലത്തും ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ സംഘപഥത്തിലൂടെ ഈ വർഷങ്ങളോളം സംഘത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങിയ സംഘപ്രവർത്തനങ്ങളിൽ ഊർജം പകർന്ന പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം, പ്രാന്ത സംഘചാലകടക്കം പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം വഹിച്ച ഗൗതത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഗൗതം, ദേശീയ സേവാഭാരതിയുടെ അഖില ഭാരതീയ തലത്തിൽ അഖില ഭാരതീയ വൈസ് പ്രസിഡന്റ് എന്ന ചുമതല, സേവാ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം മേനോൻ സാറ് നൽകിയിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്രതനിഷ്ഠ പോലെയായിരുന്നു സേവാ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഗൗതം, അദ്ദേഹത്തിൻ്റെ ശതാഭിഷേക ചടങ്ങിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാനനീയ ശ്രീ പി.ബി. മേനോൻ ഓർ മേനോൻ സാർ, as he is fondly called by many, is known to me since 1990. His ever smiling face, calm and cool attitude, soft but captivating tone of speech impressed me, kept me impressed from the first meeting to up till now. ആ രീതിയിൽ ആ ഒരു വരിയിൽ തന്നെയുണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ. 1990 സർസംഘചാല ഡോക്ടർ മോഹൻജി ഭാഗവത് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എന്നെ നിരന്തരം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ശൈലി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കൊണ്ട്, എന്നാൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ടൊക്കെ നിരന്തരം എന്നെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ പി.ബി. മേനോൻ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മേനോൻ സാർ എന്ന മുഖവരിയോടുകൂടി എഴുതിയ ഒരു കത്ത്. ഗൗതം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അങ്ങനെ വിശാല ഹൃദയമുള്ള, ആർദ്രതയുള്ള ഒരു ഹൃദയത്തിന് ഉടമയായ ഒരു മനുഷ്യന് മാത്രമേ സേവാപ്രവർത്തനങ്ങളിൽ ഇത്ര കണ്ട് അതൊരു വ്രതനിഷ്ഠയോടുകൂടി അതിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ചാലകശക്തിയാക്കി അതിനെ പിന്നിൽ നിന്ന് കൃത്യമായി തന്നെ, അല്ലെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ശ്യാമേ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്ന, ശാഖയിലെത്തി അതിൻ്റെ ഭാഗമാകുന്ന ഒരു സ്വയംസേവകന് വിവിധ മേഖലകളിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. കാരണം രാഷ്ട്ര സേവനം എന്നതാണ് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നത്. അത് ശാഖയിലൂടെ
രൂപപ്പെടുത്തിയെടുക്കുന്ന ദേശീയ ബോധവും അതിലൂടെ രാഷ്ട്രത്തിന് നല്ല പൗരന്മാരെ സമ്മാനിക്കുകയും എന്നതാണല്ലോ സംഘത്തിൻ്റെ ഈ എല്ലാ ദിവസവും നടക്കുന്ന ശാഖകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ശാഖയിലേക്ക് എത്തുന്ന സ്വയംസേവകരെ സംബന്ധിച്ച് അവർ പല രീതിയിലാണ് സംഘടനയുടെ ഭാഗമാകുന്നത്, അല്ലെ ആ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർ ഭൗതിക തലങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവർ ഭൗതിക പ്രമുഖന്മാരായിട്ടും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യും. ശാരീരിക വിഷയങ്ങളിൽ ആകൃഷ്ടരാകുന്ന ആളുകളുണ്ടാകും. അവർ അത്തരം കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സ്വയംസേവകരാകും. അതിൽ സേവാ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്ന ഒരു വിഭാഗം സ്വയംസേവകരുണ്ടാകും. PEB മേനോൻ എന്നത് അദ്ദേഹത്തിൻ്റെ ആ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തന ചരിത്രം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സേവാ പ്രവർത്തന രംഗത്ത് ഒരു ഉത്തമനായ സ്വയംസേവകനായി മാറിയ വ്യക്തിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. അദ്ദേഹം നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ സേവാഭാരതിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ വരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം സേവന രംഗത്ത് എത്രത്തോളം വലിയ തോതിലുള്ള സംഭാവന നമ്മുടെ നാടിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഗ്രാമവികാസ സമിതിയുടെ വികാസത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രേരണാ സ്രോതസ്സായി അദ്ദേഹം ഉണ്ടായിരുന്നു. തന്ത്രവിദ്യാപീഠത്തിൻ്റെയും ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെയും ഹെഡ്ഗേവാർ സ്മാരക സേവാ സമിതിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ PEB മേനോൻ സാർ വഹിച്ചിരുന്നു എന്നത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അദ്ദേഹം കേരളത്തിൽ സേവാഭാരതിയുടെ, പ്രത്യേകിച്ച് അടുത്ത കാലത്തൊക്കെ കേരളം വലിയ തോതിലുള്ള പ്രളയം അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ നേരിട്ട ഒരു സമയമാണ്. നമുക്കറിയാമല്ലോ 2018 വലിയ തോതിൽ നമ്മളെ ബാധിച്ച പ്രളയമാണെങ്കിലും പിന്നീട് വന്നിട്ടുള്ള കോവിഡ് കാലഘട്ടമാണെങ്കിലും അങ്ങനെ മഹാമാരിയുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടം അടുത്ത കാലത്ത് നമ്മൾ നേരിട്ടിരുന്നു. ആ സമയത്തൊക്കെ സേവാഭാരതിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സംഭാവനകൾ സമ്മാനിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം സംഘടനകളെ, വിവിധ സേവാ സംഘടനകളെ മുന്നിൽ നിന്ന് നയിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണ് PEB മേനോൻ എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ച ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല ഒരു സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലക എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി പൊതുവെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. കാരണം അദ്ദേഹം 2 പതിറ്റാണ്ട് കാലം പ്രാന്ത സംഘചാലക ആയിരിക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ ഈ പ്രാന്തീയ ചുമതലയിലുള്ള മറ്റ് അധികാരികൾ അവർ പലപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രവർത്തകനെ പോലെ നമ്മുടെ പ്രാന്തം മുഴുവൻ അല്ലെങ്കിൽ കേരള സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം പ്രാന്ത സംഘചാലക് എന്ന് പറയുമ്പോൾ സംഘചാലക് പദവി സ്വാഭാവികമായും മാർഗനിർദ്ദേശമാണ് സംഘചാലകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നത്. എന്നാൽ മാർഗനിർദ്ദേശം നൽകുന്നതിനൊപ്പം തന്നെ കേരള പ്രാന്തം മുഴുവൻ ഒരു മുഴുവൻ സമയ പ്രചാരകനെ പോലെ നടക്കുന്ന ഒരു PEB മേനോൻ സാറിനെയാണ് സ്വയംസേവകർ ഓർക്കുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് കേരള പ്രാന്തത്തിൻ്റെ ചുമതലയിലുള്ള പല അധികാരികളും പല ചുമതലക്കാരും അങ്ങനെയാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ചില ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ അദ്ദേഹം ചുമതലയിലിരിക്കുന്ന സമയത്ത് പ്രാന്തീയ അധികാരികളെല്ലാം ഹ്രസ്വകാല വിസ്താരകന്മാരാകണം എന്നൊരു നിർദ്ദേശം സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടക്കാല വിസ്താരകന്മാരാകണമെന്നൊരു നിർദ്ദേശം വരുന്ന ഘട്ടത്തിൽ പ്രാന്ത സംഘചാലകായിരിക്കുന്ന PEB മേനോൻ സാർ തന്നെ വിസ്താരകമായി പോകുകയും അദ്ദേഹം ആലപ്പുഴ ജില്ലയുടെ വിസ്താരകമായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എത്ര വലിയ ചുമതലകളിൽ ഇരിക്കുന്ന ഘട്ടത്തിലും എത്ര വളരെ പ്രധാനപ്പെട്ട പദവികൾ സംഘടനയ്ക്കകത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രവർത്തനം നോക്കുന്ന ഘട്ടത്തിലുമൊക്കെ അദ്ദേഹം ആ സമയത്തും ഒരു സ്വയംസേവകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. മറ്റ് സ്വയംസേവകർക്ക് പ്രചോദനം നൽകുന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രാന്ത സംഘചാലകമായി ഒക്കെ പ്രവർത്തിച്ചു എന്നത് തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ അടയാളപ്പെടുത്തേണ്ട വിഷയങ്ങളാണ്. അതിനാൽ PEB മേനോൻ സാറിൻ്റെ ദേഹവിയോഗം തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അതൊരു തീരാ നഷ്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ശതാഭിഷേക നിറവിൽ ആ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്തുകൊണ്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞൊരു വാക്ക് അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായത്. സാമാജിക കാര്യങ്ങളിൽ RSSൻ്റെ പ്രാന്ത സംഘചാലക പദവിയിലിരുന്നും സംഘത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് വലിയ അളവോളം തുടക്കം കുറിച്ച് പ്രവർത്തിച്ച സ്വയംസേവകൻ, വലിയ രീതിയിൽ ആശയത്തിന് തുടക്കമിട്ട പ്രിയപ്പെട്ട MA സാർ, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെയാണ് മേനോൻ സാറെ പറ്റി എഴുതിയത്: പ്രസന്നമായ മുഖം, ആ പ്രസന്നതയ്ക്ക് മാറ്റുകൂട്ടുന്ന വലിയ കുങ്കുമപ്പൊട്ട്, വലിപ്പച്ചെറുപ്പമില്ലാതെ ആരുമായും ഇടപഴകുന്ന പെരുമാറ്റത്തിലെ കുലീനത, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കാനുള്ള ആത്മാർത്ഥത. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലക് മേനോൻ സാർ എന്ന് സംഘത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ശ്രീ PEB മേനോനെക്കുറിച്ച് ഓർക്കുന്ന മാത്രയിൽ എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രമാണത്.
ഒരുപക്ഷെ പ്രസന്നമായ മുഖത്തോടുകൂടി എപ്പോഴും ചുണ്ടിലൊളിപ്പിച്ച ഒരു ചെറു പുഞ്ചിരിയുമായി അദ്ദേഹത്തിൻ്റെ ശൈലി, ആ ശൈലിയിലൂടെ അസംഖ്യം പേരാണ് സംഘമെന്ന ഈ മഹാഗംഗാ പ്രവാഹത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേർന്നത്. ജിജീഷിലേക്ക് വീണ്ടും പോവുകയാണ്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, ഒരുപാട് പ്രമുഖർ, ഒരുപക്ഷെ സംഘത്തിനകത്തും പുറത്തും അങ്ങനെ വിപുലമായ ഒരു സമ്പർക്ക ശ്രേണിയുണ്ട് പ്രിയപ്പെട്ട മേനോൻ സാറിന്. ഈ വിയോഗ വാർത്ത അറിഞ്ഞ് അവരൊക്കെ ജനൻ ടി വിയിലൂടെയും ചിലരൊക്കെ അവരുടെ സങ്കടം, ദുഃഖം ഒക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ അങ്ങോട്ട് ഇപ്പോൾ എത്തിച്ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് മറ്റ് ചടങ്ങുകൾ, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിശദാംശങ്ങൾ? മൃതദേഹം ഇപ്പോഴും ഇവിടെ ഇടപ്പള്ളിയിൽ ശ്യാം, മൃതദേഹം ഇപ്പോഴും ഇവിടെ ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഒരു അരമണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരുപക്ഷെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. സംഘത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും മറ്റു ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തന്നെ ഭാരവാഹികളും പ്രവർത്തകരുമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയിൽ അവരെല്ലാവരും ആ ഒരു ഞെട്ടലിലാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തന്നെ ഉള്ള ഒരു കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. ആ രോഗബാധിതനായി ഇവിടെ ആശുപത്രിയിൽ ഇവിടെ ചികിത്സയിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിനു മുമ്പ് വരെ വളരെ സജീവമായിരുന്നു സംഘ പ്രസ്ഥാനങ്ങളിലും മറ്റ് പൊതുപ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ. പ്രത്യേകിച്ച് സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതീവ ശക്തമായി തന്നെ അദ്ദേഹം ഇടപെട്ടു. അത്രയധികം ഊർജ്ജസ്വലതയോടെ തന്നെയാണ് അദ്ദേഹം ഇടപെട്ടത്. പല പരിപാടികളും, പല പൊതുപരിപാടികളും ഒപ്പം തന്നെ സേവന സന്നദ്ധ പരിപാടികളും എല്ലാം തന്നെ PB മേനോൻ സാർ പങ്കെടുത്തുകൊണ്ട് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നൊരു കാഴ്ച, അതൊരു അനുഭവമായി പലർക്കും മാറുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ അനുഭവങ്ങൾ അതെല്ലാം വലിയ ഒരു പാഠമായിരുന്നു സംഘ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും അനുബന്ധമായി തന്നെയുള്ള സേവന സന്നദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും സേവാഭാരതി അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം തന്നെ PB മേനോൻ സാർ അദ്ദേഹം പകർന്നു നൽകിയ വലിയ ഒരു ആദർശമുണ്ട്, വലിയൊരു മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിലൂടെയാണ് അവർ എല്ലാവരും കടന്നുപോയത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. പലപ്പോഴും അദ്ദേഹത്തെ ഓർത്തത്, അദ്ദേഹം ഈ ഒരു സംഘപ്രസ്ഥാനത്തിൻ്റെ വഴികളിലൂടെ വന്നത് 1973 അദ്ദേഹം സംഘത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങുന്നതും കൂടുതൽ സജീവമായി ഹിന്ദു സംരക്ഷണ പ്രസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ അത്തരം സംഘടനകളുടെ എല്ലാം തന്നെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മാധവ്ജിയുടെ ഒരു പ്രഭാഷണം കേട്ടതോടുകൂടി ആ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വഴിയെ, സേവനത്തിൻ്റെ വഴിയെ, സംഘത്തിൻ്റെ വഴിയെ താനും നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറുകയായിരുന്നു. സേവനമാണ് തൻ്റെ വഴി, മാധവ സേവയാണ് തൻ്റെ ഇനിയുള്ള പാത. ആ പാത താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹം മനസ്സിൽ വെച്ചത്. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി പ്രൊഫഷണൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ആ രംഗത്ത് തിളങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ അശരണരായ ആളുകളുടെ സഹായം, അവർക്ക് വേണ്ട സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി അദ്ദേഹം എല്ലാ കാലത്തും രംഗത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് തന്ത്രവിദ്യാപീഠം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജാതിചിന്തകൾക്കും അതീതമായി ക്ഷേത്രങ്ങൾ തുറന്നുള്ള പ്രവർത്തനം, ക്ഷേത്ര പൂജകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും അവകാശമെന്നീ വലിയ സന്ദേശങ്ങൾ പകർന്നു നൽകാൻ തന്ത്രവിദ്യാപീഠത്തിലൂടെയെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഭാഗവാക്കായി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ സംഘത്തിൻ്റെ ഒരു അടിയുറച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് അദ്ദേഹം വലിയ ഒരു പ്രതീകമായിരുന്നു PB മേനോൻ സാർ എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അദ്ദേഹത്തിൻ്റെ എത്രത്തോളം വലിയ മികവുറ്റ ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം എന്നതിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു ഉദാഹരണം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സമാജ പ്രവർത്തനങ്ങളിൽ, വിശേഷിച്ച് സേവാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്ക് ചുറ്റും
കേരളത്തിലുടനീളം നമ്മൾ കാണുന്ന ബാലസദനങ്ങളും സാംസ്കാരിക സേവാ പ്രൊജക്റ്റുകളും അങ്ങനെ ഒട്ടനവധി സംരംഭങ്ങൾ അതൊക്കെ ശക്തമായി തന്നെ നടക്കുന്നതാണ്. ഒപ്പം മലയാളത്തിൻ്റെ മഹാനടൻ പ്രിയപ്പെട്ട മോഹൻലാൽ അദ്ദേഹത്തെ കാണാൻ എത്തിയ ഒരു അനുഭവം കൂടി പങ്കുവെക്കാനുണ്ട് ഗൗതം നമുക്ക്. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു സമാജ പ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു സേവനം, മാധവ സേവയാണ് മാനവ സേവ എന്ന് അത് വെറും പറച്ചിലല്ല, മറിച്ച് ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന ഒരു മന്ത്രമായി അതിനെ കണ്ട് അത് പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യൻ. വീണ്ടും ഗൗതം അനന്തനാരായണനിലേക്ക് പോവുകയാണ്. ഗൗതം, അത് തന്നെയാണ് നികത്താനാവാത്ത നഷ്ടം. ഒരു പക്ഷേ നമുക്ക് സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇത് ചെറിയ വേദി എന്ന മന്ത്രത്തോടു കൂടി നിരന്തരം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. പക്ഷേ മേനോൻ സാർ ഉൾപ്പെടെയുള്ളവർ, പി പരമേശ്വർജിയെ പോലെയുള്ളവർ, ഹരിയേട്ടനെ പോലെയുള്ളവരൊക്കെ നമുക്ക് നൽകിയിരുന്ന ആ ഒരു മാർഗനിർദ്ദേശം, MA സാറിനെ പോലെയുള്ള, സൈദുവേട്ടനെ പോലെയുള്ള ഒരുപാട് പേർ നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ മാർഗനിർദ്ദേശം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു ഊർജ്ജപ്രവാഹം. ശ്യാമ, അത് തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് ഈ കാലഘട്ടം, അതായത് സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ഈ കടന്നു പോകുന്നത്. ഈ വർഷത്തിൽ തന്നെ PB മേനോൻ സാറിൻ്റെ ദേഹവിയോഗം നടക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും കേരളത്തിലെ സംഘത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും PEB മേനോൻ എന്ന വ്യക്തിത്വം, എന്ന സ്വയം സേവകൻ, അത് മറ്റ് സംഘപ്രവർത്തകർക്ക്, സ്വയം സേവകർക്ക് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു മാതൃകയും ഒരു പ്രേരണാ സ്രോതസ്സുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം പ്രാന്ത സംഘചാലകമായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അതിനു മുൻപ് ആലുവ സംഘജില്ലയുടെ ജില്ലാ സംഘചാലകായും പിന്നീട് വിഭാഗ് സംഘചാലകായും ഒക്കെ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു കാര്യകർത്താവ്, ഒരു സംഘ ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ ചരിത്രം, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിലെ ചരിത്രം എക്കാലവും ഓർമ്മപ്പെടും എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം സംഘത്തിൻ്റെ കേരള പ്രാന്തത്തിൻ്റെ സംഘചാലകമായി എത്തുന്നത് 2003-ലാണ്. 2003 മുതൽ പിന്നീടുള്ള 20 വർഷക്കാലം എന്ന് പറയുമ്പോൾ കേരളത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും വളർച്ച എത്തുന്ന ഒരു സമയമാണ്. കാരണം 2003 മുതൽ പിന്നീടുള്ള 2 പതിറ്റാണ്ടെന്ന് പറയുന്നത് അത് വെല്ലുവിളികളിലൂടെ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് സംഘടനയുടെ ഒരു പ്രഭാവകാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം വന്നിരിക്കുന്നു. അതിനുശേഷം അഖില ഭാരതീയ തലത്തിൽ തന്നെ കഴിഞ്ഞാൽ ഒരു ഹിന്ദുത്വ ദേശീയതയ്ക്ക് വളരെയധികം വളക്കൂറുള്ളൊരു സമയമായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, സാംസ്കാരികമായ അന്തരീക്ഷങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഈ 2003 പിന്നീടുള്ള ഒരു 10-12 വർഷം എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ UPA സർക്കാരിൻ്റെയൊക്കെ ഭരണകാലത്ത് വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിനിടയിലൊക്കെ രൂപപ്പെടുന്ന ഒരു കാലത്ത് സംഘത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം പ്രാന്ത സംഘചാലകൻ എന്ന പദവിയിലിരുന്നു. ഇന്ന് നാം കാണുന്ന രീതിയിൽ സംഘടനയുടെ ഒരു പ്രഭാവം നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സേവാരംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാ കാലഘട്ടങ്ങളിലും കേരളം ഓർത്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു നിമിഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ഇടപെടുകയാണ്.